ഒരു പുതിയ തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യും. സംഘടനയുടെ പുരോഗതിക്ക് വേണ്ട തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമാണ്. ആയതിനാൽ ഇന്ന് നമ്മളുടെ ഈ കാസർഗോഡ് താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ ജില്ലയുടെ ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ശങ്കരൻ അവർക്ക് കമ്മിറ്റിയുടെ പേരിൽ എൻ്റെ സ്വന്തം പേരിലും ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സമ്മേളന താലൂക്ക് സമ്മേളന പ്രതിനിധികൾ, നമ്മുടെ സമ്മേളനങ്ങൾ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാസർഗോഡ് താലൂക്കിൻ്റെ സമ്മേളനം ഇത് ഇന്ന് കഴിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ ആ ഏരിയയുടെ സെക്രട്ടറി അതുപോലെ സംസ്ഥാന മുഖ്യമന്ത്രിമാരായ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഈ ഹോസ്പിറ്റലും അതുമായി കുറച്ച് കാലം 2-3 മാസമായി ഇപ്പോൾ വിശ്രമത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വൈകി എങ്കിലും ഈ ഫെബ്രുവരി 10-നുള്ളിൽ നമ്മൾ എല്ലാ വർഷവും കൺവെൻഷനും സമ്മേളനങ്ങളൊക്കെ വർഷം തോറും നമ്മൾ നടത്തിക്കൊണ്ട് സംഘടനയുടെ കാര്യങ്ങൾ, സംഘടന ചെയ്ത വിഷയങ്ങൾ, നമ്മൾ ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിൻ്റെ മുമ്പിൽ നമ്മൾ വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ, അതൊക്കെ ഏതൊക്കെ പരിഹരിച്ചു എന്നൊക്കെ ചർച്ച ചെയ്യുന്നതിനും അത് പരിഹാരം കാണുന്നതിനും വേണ്ടിയാണ് ഈ സമ്മേളനങ്ങളൊക്കെ വിളിച്ചേക്കുന്നത്. സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് ഇപ്പോൾ താലൂക്ക് സമ്മേളനം ഇന്ന് ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ആദ്യം പറയേണ്ടതായിരുന്നു. ഈ യൂണിറ്റിൻ്റെ സമ്മേളനവും KST മറ്റ് സംഘടനകളെ ജയിച്ച് KST എന്നുള്ളൊരു മഹാപ്രസ്ഥാനം ജില്ലയിൽ വന്ന സമയത്ത് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ പ്രവർത്തകരെ കൊണ്ടും അതുപോലെ തന്നെ അംഗങ്ങളെ കൊണ്ടും ഒക്കെ നല്ല ഒരു പ്രവർത്തനം കാഴ്ചവെച്ച യൂണിറ്റാണ് കാസർഗോഡ് യൂണിറ്റ്. എങ്കിലും ഇപ്പോൾ അടുത്ത കുറച്ച് കാലങ്ങളായി താലൂക്കിലും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രം യൂണിറ്റിലുമൊക്കെ കുറച്ച് അംഗസംഖ്യയും പ്രവർത്തനത്തിന് മുന്നോട്ട് വരുന്ന പ്രവർത്തകരും കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു പ്രത്യേകത, ഇന്നിപ്പോൾ രാവിലെ യൂണിറ്റ് സമ്മേളനം കഴിഞ്ഞു, പിന്നെ ഉച്ചയ്ക്ക് താലൂക്ക് സമ്മേളനം നടത്തുന്നതിനുള്ള ഒരു അപൂർവ എന്തായാലും പറഞ്ഞ ബഹുമതിനോ അല്ലെങ്കിൽ കമ്മിറ്റി നമ്മുടെ സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുള്ള പല വിഷയങ്ങളും, പ്രധാനമായും നമ്മൾ സംഘടന രൂപീകരിച്ച മുതൽ തന്നെ പറഞ്ഞൊരു വിഷയമുണ്ട്. നമ്മുടെ ഈ തൊഴിലിനെ കൈത്തൊഴിലായി അംഗീകരിച്ചുകൊണ്ട് ഈ തൊഴിലിന് വേണ്ടുന്ന സംരക്ഷണ നിയമം, പ്രത്യേകമായ നിയമം കൊണ്ടുവന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട മനുഷ്യനാക്കി മാറ്റുന്ന ഈ വസ്ത്രം തുന്നുന്ന ഈ തൊഴിലാളികളുടെ ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഈ മേഖലയെ സംരക്ഷിക്കുവാനുള്ള നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നുള്ളത് നമ്മൾ ആദ്യമേ പറഞ്ഞത് ആവശ്യമാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ക്ഷേമനിധി കൊണ്ടുവന്ന് ശരിയാണ്. ഇതിപ്പോൾ ക്ഷേമനിധി ഇല്ലാത്ത തൊഴിലാളി വിഭാഗമേ ഇല്ല. എല്ലാവർക്കും ക്ഷേമനിധി. ചിലപ്പോൾ സാമ്പത്തികമായി ഇതിനെ നമുക്ക് സർക്കാരിന് മുതൽ കൂട്ടി തൽക്കാലം അത് സാമ്പത്തികം നിർവഹിക്കാനുള്ള വഴിയാണോ ക്ഷേമനിധി കഴിയുന്നില്ല. അപ്പോൾ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും ക്ഷേമനിധി, അതേപോലെ തന്നെ നമുക്ക് ക്ഷേമനിധി എന്നൊരു കവിഞ്ഞ് പ്രത്യേകമായി നമ്മുടെ മനുഷ്യരാശിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്നുള്ള തയ്യൽ തൊഴിലാളികളെ അവരുടെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങളോ അതിനു വേണ്ടുന്ന തൊഴിലില്ലാതാവുന്ന അവസരത്തിൽ അതെങ്ങനെ അവരുടെ തൊഴിൽ നിലനിർത്താം എന്നുള്ള കാര്യങ്ങളോ സർക്കാർ ചിന്തിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് അവസ്ഥ. അത് ഏത് സർക്കാരായാലും ഇതാണ്. നമുക്കുള്ളത് ഒരു ക്ഷേമനിധിയാണ്. ക്ഷേമനിധിയിൽ തന്നെ പല നിയമങ്ങളും ക്ഷേമനിധിയിൽ ചേർത്തിട്ടുണ്ടെങ്കിലും കൃത്യമായി നിയമങ്ങൾ പാലിക്കാത്ത ഒരു ക്ഷേമനിധി ബോർഡാണ് നൽകുന്നത്. പെൻഷൻ സീനിയോറിറ്റിക്ക് അനുസരിച്ച് കൃത്യമായി വർദ്ധിപ്പിക്കണം എന്നുള്ളത് ക്ഷേമനിധി ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇല്ല, ബോർഡ് ക്ഷേമനിധി പെൻഷൻ
വർധനവില്ല. സർക്കാർ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും കൊടുക്കുന്നത് പോലെയുള്ള ക്ഷേമനിധി പെൻഷൻ നമുക്ക് കിട്ടുന്നു എന്നല്ലാണ്ട് സർവീസിനനുസരിച്ചുള്ള പെൻഷൻ വർധനവില്ല. അതേപോലെ തന്നെ റിട്ടയർമെന്റ് ആനുകൂല്യം 10 രൂപ എടുക്കുന്ന സമയത്ത് എഴുതി ചേർത്താൽ ആ റിട്ടയർമെന്റ് ആനുകൂല്യമാണ് 50 രൂപ എടുക്കുന്ന സമയത്ത് അനുവദിക്കും. അതും കൃത്യമായി കിട്ടുന്നില്ല എന്നുള്ളത് പല പ്രദേശത്തിലെ അംഗങ്ങൾ പറയുന്നുണ്ട്. ഒരു തുക പാസ്സാക്കി മൊത്തം തുക അതിൽ കുറച്ച് മാത്രം അക്കൗണ്ടിലേക്ക് പൈസ പിന്നീട് അന്വേഷിക്കുമ്പോൾ അതിനൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ആ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതിനൊക്കെ മറികടക്കാൻ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ അടുത്ത കാലത്ത് സാധാരണ അവശത അനുഭവിക്കുന്ന വിഭാഗങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ എടുക്കുന്ന വിഭാഗങ്ങൾ അതിനുള്ള നിർദ്ദേശങ്ങളോ അതിനുവേണ്ടുന്ന പദ്ധതികളോ ഫണ്ടുകളോ അല്ല ബജറ്റിൽ നീക്കിവെക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഏത് ബജറ്റായാലും സർക്കാർ കേരളത്തിൻ്റെതായാലും കേന്ദ്രത്തിൻ്റെതായാലും. ഇപ്പോൾ തമാശ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ബജറ്റ് പ്രത്യേകമായി കേരളത്തിലെടുത്തത് ആമ വളർത്ത് കേന്ദ്രത്തിൻ്റെ ഒരു പ്രൊഫഷനാണ്. ഇത് തമാശയിലാണ് വേറെന്താണ് പറയുന്നത്. അവരെ സംരക്ഷിക്കണം. പക്ഷെ അതിൻ്റെ ഒരു ബോർഡും അതിന് രൂപീകരിക്കുന്ന ഒരു നിയമ പദ്ധതിയും കൊണ്ടുവരിക എന്നുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതേപോലെ തന്നെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ കേരള സർക്കാരിൻ്റെ നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. നമ്മളെ പ്രത്യേക ഒരു പത്രത്തിൽ വന്ന ഒരു കുട്ടികൾക്ക് 230 രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്ന തുക ജയിൽ വകുപ്പ് നിർദ്ദേശം 300 രൂപ കൊടുക്കാനുള്ളതാണ്. പക്ഷേ സർക്കാർ അത് ഓർഡറാക്കി 630 രൂപ കൊടുക്കണമെന്നാണ് തൊഴിലെടുക്കുന്നതിന്. പക്ഷെ ആരാണത്? അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ ഏതൊക്കെ വിഭാഗത്തിന് കൊടുക്കണം എന്നുള്ള രീതിയിൽ കൃത്യമായി പഠനം നടത്തിയിട്ടോ കൃത്യമായി അവരെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിലോ അല്ല പ്രത്യേക താല്പര്യപ്രകാരമുള്ള പല നീക്കങ്ങളും അതേപോലെ നിയമങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളുടേതായ ഈ പ്രസ്ഥാനം അല്ലെങ്കിൽ തൊഴിൽ രണ്ടും പ്രസ്ഥാനം നിലനിർത്തണം, അതേപോലെ തൊഴിൽ നിലനിർത്തണം. നമുക്ക് എന്തൊക്കെ ചെയ്യാനാകും എന്നുള്ളത് നമ്മൾ ഓരോ കമ്മിറ്റിയും യൂണിറ്റ് കമ്മിറ്റി ആയിക്കോട്ടെ, താലൂക്ക് കമ്മിറ്റി ആയിക്കോട്ടെ, ജില്ലാ കമ്മിറ്റി ആയിക്കോട്ടെ, ബെനിഫിറ്റ് സ്കീം കുറേ വർഷം മുമ്പേ തുടങ്ങിയൊരു പദ്ധതിയാണ്. പക്ഷേ നമ്മുടെ താലൂക്കിൽ ഇത് താലൂക്കിൽ ഇത് ആലോചിക്കുകയും ചെറിയൊരു തുക തീരുമാനിക്കുകയും അത് എല്ലാ സമ്മേളനങ്ങളും യൂണിറ്റ് സമ്മേളനങ്ങളൊക്കെ അവതരിപ്പിച്ച സമയത്ത് കൃത്യമായ അതായത് നമ്മളവിടെ ആൾ ചേരുമ്പോൾ ഒരു തുക എടുക്കണം, നല്ലൊരു തുക, ഒരു 500 രൂപ 1000 രൂപ എടുക്കണം. അത് കൊടുക്കുന്ന വളരെ കെട്ടുറപ്പുള്ള സാമ്പത്തിക ഭദ്രതയുള്ള അതേപോലെ തന്നെ ജോലി ചെയ്യാൻ ഓരോ ഓഫീസിലും എത്രയോ സ്റ്റാഫുകൾ വെച്ചുകൊണ്ട് ചെയ്യുന്നൊരു പ്രസ്ഥാനമാണ്, പദ്ധതിയാണ്. അവർ ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഇതുവരെയും ആലോചിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ നിഷേധാത്മക സമീപനത്തിൽ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ സംഘടന സംഘടിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ക്ഷേമനിധിയോ അല്ലെങ്കിൽ ഒരു പെൻഷനോ കിട്ടുമെന്നുള്ളതാണ്. വളരെ ജനാധിപത്യ സർക്കാർ ഏതൊരു സംസ്ഥാനത്തും അല്ലെങ്കിൽ തീർച്ചയായും കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് ഔദാര്യമല്ല, അത് അവരുടെ ഔദാര്യമല്ല, നമ്മുടെ അവകാശമാണ്. പ്രത്യേകമായി നമ്മുടെ ക്ഷേമനിധി പെൻഷൻ. അപ്പോൾ അത് നമ്മൾ കണ്ടുകൊണ്ട് തന്നെ
City Gold, Gold and Diamonds, Kerala and Karnataka.